അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണം അല്ലേ? അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ടെന്ന് അച്ഛൻ നിരീക്ഷിക്കണത് അല്ലേ? എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യ ദിവസം പറഞ്ഞത് മെനയെന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ. അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറയുന്നത് നൈപുണ്യം, പ്രാവീണ്യം. രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസം, അതിൻ്റെ മലയാളം മിടുക്ക്, കാര്യക്ഷമത ഉടമ്പടി. ഇന്ന് പറഞ്ഞത് എന്താ? സ്മാർട്ട്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ്, ചുറുചുറുക്ക്. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? അത് മൂന്നാമത്തെ ഉടമ്പടി വരണത്. അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വചനം കൈമാറണം. അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കണത്, അങ്ങനെ കുറേ ആൾക്കാരെ പറയത്തില്ലേ? അവർക്ക് റിസൾട്ട്, അവർ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു 35% റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താ കാര്യം? അവർ പ്രീ സപ്പോസ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്? അതായത് അവർ പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല. എന്താ കാര്യം? പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം. അത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന്. അപ്പം ഞാൻ ഓർക്കേ, എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കമാകുന്നത്? ചുരുക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇവർക്ക് അറിയണമല്ല വിഷയം. ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും. അതിൻ്റെ ഉഴപ്പന്മാർക്ക് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കത്തോലിക്കനാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച കുറാക്ക് പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കൂടി ഈ 20% വരത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ 20% ചെയ്തിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യണത്. പക്ഷെ അത് കാരണമാണ് ഈ മുമ്പന്മാർ വന്നുവെച്ചും പിമ്പന്മാർ അവസാനം വന്നവർ തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും. ഇപ്പം 40 കൊല്ലം 60 കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ ഫൊറോണ വികാരി ആയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഫൊറോണ വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ്. കാരണം 9-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ഉണ്ടായ പള്ളിയാണ്. അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം. കാര്യം ആൾക്കാർ നിന്ന് അതിൻ്റെതായ റെസ്പോൺസും ഒക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ്. അപ്പോൾ നമുക്ക് തോന്നുകയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, അതിൻ്റെ പേരിൽ പനിയും ഒടുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെപ്പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട്. അപ്പം ശപിക്കപ്പെട്ട ജന്മമെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ.
വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണമല്ലേ, അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയാണ്. അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല, പള്ളിയിൽ പോയി കല്യാണം പെരുന്നാളും നടത്താനല്ല. അതിൻ്റെ ബേസിക് സാധനം എന്താണ്? പ്രിയ മകനെ. ആദ്യം തന്നെ ബൈബിൾ നമ്മുടെ കൈ വെച്ച് തരുമ്പോൾ ഡീക്കനാകുമ്പോൾ സമയത്ത് തന്നെ മെത്താച്ച എന്താ പറയുന്നത്? പ്രിയ മകനെ, നീ ഇത് വിശ്വസിക്കണം, വിശ്വസിക്കണത് നീ ജീവിക്കണം, ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം. അതാണ് സംഭവം. അപ്പൊ പട്ടം മേടിച്ചിരിക്കുന്ന ഈ പരിപാടിക്കാണ്. അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത്. എന്താണ്? നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും. അപ്പം അത് വിശ്വാസ കൈമാറ്റമായി. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തരി കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അവനെ അനുഭവം കിട്ടുമ്പോൾ അവൻ പറയും. അവൻ ഇതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും, കൊണ്ടുനടന്ന് അറിയിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അനുതാപം. സുവിശേഷം വിശ്വസിക്കണമെന്ന് തന്നെ അനുദപിക്കും. അതിനുശേഷം സുവിശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ. അതതിൻ്റെ പ്രൊഫഷണലിസം. ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യും. അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ സാക്ഷിയാക്കിയതിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ചിയാരം, തൃശ്ശൂർ ചിയാരം വിജയമാത ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഇത് എൻ്റെ ഭർത്താവ് സാബു. ഞാൻ ആദ്യമായി 22 നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി ഇവിടെ എടുത്തത്. അനിയൻ്റെ ഭാര്യ മൂലമാണ് ഞാനിവിടെ വന്നത്. അവളെപ്പോഴും പറയും, ചേച്ചി ഇങ്ങോട്ട് വായ, നമുക്ക് ഇവിടെ ഒരുമിച്ച് പോവാം. അപ്പം ഞാൻ അവളോട് പറയും, മാതാവ് എല്ലായിടത്തും നമ്മുടെ പള്ളിയിലുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അവളോട് പറയും. അപ്പോൾ അവൾ എന്നും നിർബന്ധിക്കും, ഞാൻ വരാറില്ല. അങ്ങനെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായപ്പോൾ അവൾ എന്നെ പറഞ്ഞു, നിങ്ങൾ വായൊരു എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടിനാന്ന് പറഞ്ഞു. എൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ അതിൻ്റെ വചനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എടുക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ കയറി വരും. അങ്ങനെ അത് കണ്ടു. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരിതങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് 3 പെൺമക്കളാണ്. അവരെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാതും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ നിയോഗങ്ങൾ എഴുതിയതിൽ 4ാമത്തെ ഉടമ്പടിയിട്ട് എഴുതിയത് എൻ്റെ ഭർത്താവിൻ്റെ അനിയന്മാർ തമ്മിൽ വഴക്കായിരുന്നു. ഏറ്റവും ആദ്യം എനിക്ക് ഇങ്ങനെ നിയോഗം സാധിച്ച് കിട്ടിയത് അവരെ വഴക്ക് തീർന്നതാണ്. അത് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് പുതുക്കാൻ ഞാനിവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസം ഞാനിവിടെ കുറേ ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാൻ അവിടെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര വാസന വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞു, കടങ്ങളുള്ള കാരണം ജപ്തിയുടെ ഒരു ഇതിലെ നോട്ടീസും ബാങ്കുകാർ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് അച്ഛനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നത്തെ മാസം ഞാൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാനത് കൊണ്ടുവന്ന് അച്ഛനെ എനിക്ക് പുതുക്കും വേണം. അപ്പോൾ പുതുക്കി ഇവിടെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ അവിടെ ടോക്കൺ എടുക്കണവരൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞ് പുതുക്കി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കൊന്ത എത്തിക്കാൻ ഇവിടെ വന്നിരുന്നു. കൊന്ത ഞാൻ ആൾക്കാരോടെ ചൊല്ലി കൊന്ത കഴിയണവരെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം നന്നായി വന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ടോക്കൺ വീണ്ടും കൊടുത്തു തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞാൻ പോയി നമ്പർ എടുത്തപ്പോൾ എനിക്ക് 1 നമ്പർ കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അച്ഛൻ
ഞങ്ങൾക്ക് ആകെ ഒരു വഴി ഞങ്ങളുടെ വീട് വിറ്റാലേ ഞങ്ങൾക്ക് ഈ കടം തീർക്കാൻ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിലില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതിപ്പോൾ അച്ഛനോട് ഇത് കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ അച്ഛൻ ഒരു ലോക്കറ്റ് എനിക്ക് വെഞ്ചരിച്ച് തന്നു. ഇത് ഏത് സ്ഥലം വെക്കണം അവിടെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുഴിച്ചിടാൻ പറഞ്ഞു എന്നോടത്ത്. അതുപോലെ ചെയ്യാനായിട്ട് ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് വാങ്ങുന്ന ചേച്ചി, ജോസ്ഫിൻ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി. അന്ന് ആ ബസ്സിൽ അവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പറഞ്ഞു ഞങ്ങളുടെ വീട് കൊടുക്കുന്നുണ്ട് എത്രയ്ക്കാന്നൊക്കെ എന്നോട് ചോദിച്ചു. അതങ്ങനെ പോയി. പക്ഷെ അന്ന് പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെയും കിട്ടി, എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടിയ പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 2 മാസം കഴിഞ്ഞിട്ട് ഈ ചേച്ചി തന്നെ ഞങ്ങളുടെ വീട് വാങ്ങിയത്. ഇന്നലെ ആ വീടിൻ്റെ തീറായിരുന്നു. അപ്പോൾ തീറ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിവിടെ വന്നത് ഞങ്ങളുടെ എല്ലാ കടങ്ങൾക്കുള്ള ഒരു പരിഹാരമായിരുന്നു അത്. പിന്നെ സഹോദരന്മാരെ വഴക്ക് തീർന്നു. അവരെ എല്ലാവരും പരിശ്രമിച്ചും തീരാത്ത വഴക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്ന് അവർ തമ്മിൽ തന്നെ വർത്തമാനങ്ങൾ പറഞ്ഞ് അതൊക്കെ തന്നെ തീർന്നു. പിന്നെ എൻ്റെ മക്കൾ 3 പെൺമക്കളാണ്. മൂത്ത ആൾ BSc നഴ്സിങ്ങിന് 4ാം കൊല്ലം പഠിക്കണേ, രണ്ടാമത്തെ മകൾ ഏവിയേഷന് 2ാം വർഷം, താഴെ മോള് +1. അപ്പോൾ മൂത്ത മോൾക്ക് നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയിൽ എങ്ങനെ പഠിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏവിയേഷന് പഠിക്കുന്ന മകളും പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് എനിക്ക് അവർക്ക് BSc നഴ്സിങ്ങിന് 10 ലക്ഷം എനിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ആ ദിവസം വരെ എനിക്ക് എങ്ങനെ ആൾക്കാരെ എനിക്ക് പൈസൻ്റെ കൂടെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞ കുറേ സഹായങ്ങൾ എനിക്ക് വന്നു. അങ്ങനെ ഫീസ് അടച്ച് ഇപ്പോൾ 4ാം കൊല്ലത്തെ ഫീസ് വരെ ഞാൻ അടച്ച് തീർന്നുണ്ട്. ഇനി ഈ കൊല്ലം കൂടി അവൾക്കുള്ളൂ. അപ്പോൾ ഏവിയേഷൻ പഠിച്ച മകൾക്കും ഇത് വേറെ അവരുടെ ഫീസിൻ്റെ കാര്യത്തിന് വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൾക്ക് ഒരു വയറുവേദന വരായിരുന്നു, അത് തൈലം പൂശി മാറി. പിന്നെ എൻ്റെ ഭർത്താവ്, അത് വലിയൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 22 വർഷമായി. അപ്പോൾ 22 വർഷമായാലും മുപ്പാടും ആൾ മദ്യപിക്കുന്നത്. 28 വർഷമായ മദ്യപാനം. ഇത് ഞങ്ങൾ പല കാര്യം ഞങ്ങൾ ധ്യാനങ്ങൾക്കും ഇതിനൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരുമിച്ച് പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിർത്താമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇതുവരെ നിർത്താൻ സാധിച്ചിട്ടില്ല. നിർത്താമെന്ന് പറയും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ആ ഒരു അവസ്ഥയായിരുന്നു. അവസാനമായപ്പോൾ ആദ്യം കുറച്ച് കഴിച്ച് പിന്നെ അത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാവിലെ പോയിട്ട് തന്നെ കഴിച്ചു തുടങ്ങും. അവസാനമായപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മാതാവിനോട് ഇപ്പോൾ കരഞ്ഞു പറഞ്ഞു എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വേഗം തന്നു, ഇത് മാത്രം എനിക്ക് നിർത്തി തരില്ലോ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾക്ക് എല്ലാവരും കൂടിയുണ്ടായിരുന്നു. ആ പെരുന്നാൾക്ക് ഇങ്ങോരെ കഴിച്ച് വന്ന ഒരു ശല്യങ്ങളോ ബഹങ്ങളോ ഒന്നുമില്ല. മക്കളെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം, കഴിച്ചും പിന്നാട് ഇങ്ങനെ കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പെരുന്നാൾക്ക് പതിവില്ലാത്ത പോലെ എല്ലാവരായിട്ടും വഴക്കും ഭയങ്കര ബഹളമായിരുന്നു. അപ്പം അനിയന്മാരും എല്ലാവരും കൂടി ആകെ അതിശയിച്ചു. എല്ലാവരും കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ തന്നെ ഇപ്പോൾ പ്രഷർ ഭയങ്കര ഹൈ പറഞ്ഞു, ഇന്ന് കൊടുന്നില്ലെങ്കിൽ ഒരു വർഷം തന്നെ പോയേനെ എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ആൾ മദ്യപ്പിച്ചിട്ടുമില്ല. ഇന്നേ ദിവസം ഇപ്പോൾ 9 മാസമായി ഇപ്പോൾ കഴിച്ചിട്ടില്ല. മാതാവ് അങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ഫീസിൻ്റെ കേസൊക്കെ നല്ല ഭംഗിയായി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് പത്രം വാങ്ങി എല്ലാ മാസവും ഞാൻ വരാറുണ്ട്. എല്ലാ മാസം വരാറ് ഞാൻ ആദ്യം വേറൊരു ബസ്സിലാണ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ടൗണിൽ നിന്നൊരു ബസ് ഉണ്ടായില്ല വരാറ്. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചേച്ചിമാരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും നീ ഉണ്ടോ എന്ന് ചോദിക്കും. അവർ കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ട് എല്ലാ മാസവും 3 മാസം ഒരു ജോയ് ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ 100 രൂപയാണ് ഞങ്ങൾ ആകെ കൊടുക്കുക. ആ 100 രൂപ കൊടുക്കുന്നത് അവർ വേറെ അനാഥശാലകൾക്കൊക്കെ സഹായത്തിന് വേണ്ടിയാണ് അവർ വാങ്ങണേ. അത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ 3 മാസം കൂടുമ്പോൾ വരാമെന്ന് വിചാരിച്ച് എനിക്ക് എല്ലാ മാസവും വരാൻ അവിടെ സാധിക്കാറുണ്ട്. അവർ കാരണം ഞങ്ങളുടെ ഭാഗത്തെ കുറേ ചേച്ചിമാർ ഉടമ്പടി എടുക്കലും അവരെ കൂടെ പോവാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയും ഞങ്ങളവിടുത്തെ തൃശ്ശൂർ അത്താണിയിൽ പീസ് ഹോമിൽ ഞങ്ങൾ പോവാറുണ്ട്. അവിടുത്തെ രോഗികളായി കിടക്കുന്നവർക്ക് തന്നെ എഴുന്നേൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് കുളിപ്പിക്കാനോ ഭക്ഷണം വാരി കൊടുക്കാനോ അങ്ങനത്തെ സഹായത്തിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പാലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്മമാരൊരു സ്ഥലമുണ്ട്. അവിടേക്ക് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ കാണിക്കുകയും ചെറു സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും മെഡിക്കൽ കോളേജ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ എല്ലാവരെയും കൊടുക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തോന്നുമ്പോൾ പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്താൽ പിന്നെ പരമാവധി മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളും, ബൈബിളും വായിക്കും. എനിക്ക് പറ്റാവുന്ന സമയങ്ങളൊക്കെ ഞാൻ പള്ളിയൊക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥനയും മുടങ്ങാണ്ട് ചെല്ലും. പിന്നെ എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ശക്തി ഉണ്ട് എനിക്ക്.
എൻ്റെ സഹായികളിൽ നിന്ന് മാതാവിനും ഈശോയ്ക്കും 1000. അമ്മയോട് ചോദിച്ചു വാങ്ങിയ ഒരു അവസരമായിരുന്നു. എൻ്റെ നിയോഗങ്ങളെക്കാട്ടിലും എനിക്കിവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണമെന്ന് ഞാനിവിടെ വരുമ്പോഴൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് സോഫി. ഞാൻ വരുന്നത് പുനലൂർ കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 20-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ അമ്മ ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഉടമ്പടി എടുക്കണം, ഇവിടെ വരണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥനാ ജീവിതവും ജപമാലയൊക്കെ ചെല്ലുന്ന ആളാണെങ്കിലും ഞാൻ അമ്മയടുത്ത് പറയുമായിരുന്നു, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്തിനാ ഇവിടെ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് നമ്മൾ ഒരുപാട് ഡിമാൻഡൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു വയറുവേദന വരുമായിരുന്നു. ആ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെയിൻ കില്ലേഴ്സ് എടുത്താലും പെട്ടെന്നൊന്നും മാറാത്ത വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്നും ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് സർജറി ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ച് കഴിഞ്ഞ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ കോയമ്പത്തൂർ എക്സാമിന് പോയി. അവിടെ ചെന്ന് രാത്രി 2 മണിയായ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വയറുവേദന വന്നു. ഈ വയറുവേദന വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രിയാണ്, അറിയാൻ പാടില്ലാത്തൊരു സ്ഥലം, എവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ വയറിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ എൻ്റെ അടുത്ത് പറയുകയാണ്, അതിന് മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിനോട്, കൃപാസന മാതാവേ എൻ്റെ വയറുവേദന മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ എത്ര വലിയ പെയിൻ കില്ലേഴ്സ് എടുത്താലും സമയമെടുത്ത് മാറുന്ന ആ വയറുവേദന അപ്പം തന്നെ മാറി. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ തന്ന കാശുരൂപവും ഉടമ്പടി ഉപ്പൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വരികയോ ഉടമ്പടി എടുക്കുകയോ ചെയ്തില്ല. എന്നിട്ട് വീണ്ടും ഞാൻ ഹൈദരാബാദ് എക്സാമിന് പോയി. അവിടുന്ന് എക്സാം കഴിഞ്ഞ് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തെങ്കിലും അവിടുന്ന് മാതാവിനെ സഹായിച്ച് ഞാൻ എക്സാം എഴുതി നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ജോലിക്ക് പോയിട്ട് ഞാനും ഹസ്ബൻഡും ജോലി ആയിട്ട് ഒരു 2 വർഷം അടുപ്പിച്ചാകാറായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പം എനിക്കായതുകൊണ്ട് തന്നെ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന സമയത്ത് വീണ്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, നമുക്ക് കൃപാസനത്തിൽ പോയാലോ എന്ന്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആ സമയത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഡിസംബർ 2-ാം തീയതി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരു 100% ഉറപ്പായിരുന്നു എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് ആ സമയത്ത്. പക്ഷേ ഡിസംബർ 2-ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ജോലി എന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അതേപടി വീട്ടിലിരുന്നു. പ്രാർത്ഥനയില്ല, ധ്യാനം കൂടലില്ല, പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ല, കാരുണ്യ പ്രവർത്തികളില്ല, ഒന്നുമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്നാലും ആ അവസ്ഥയിൽ മാതാവ് എന്നെ കരുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഏപ്രിൽ ഞാൻ ജർമ്മൻ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തായിരുന്നു. പിന്നീട് എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. അങ്ങനെ ഇരിക്കെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ഇൻ്റർവ്യൂസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ എഴുതി പാസ്സാകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കോൺട്രാക്റ്റും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമായിരുന്നു, നീ പ്രാർത്ഥിക്കുന്നില്ല, ഉടമ്പടി ജീവിതത്തിലില്ല, എന്നിട്ടും മാതാവ് നിന്നെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നില്ലേ, നീ വീണ്ടും പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം കഴിഞ്ഞ് മെയ്യിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞത് എൻ്റെ ഒരു തിരിച്ചു വരവെന്ന് വേണം പറയാൻ. ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് ആദ്യം എന്നോട് തോന്നിപ്പിച്ചത്, ഞാൻ ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നിട്ട് നിറവേറ്റാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ നേർച്ചകളൊക്കെ നിറവേറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വർഷങ്ങളോളം പഴക്കമുള്ള ആ നേർച്ചകളെല്ലാം നിറവേറ്റി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 5-6 കെട്ട് പത്രം എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പത്രങ്ങളെല്ലാം എടുത്ത് നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പല സ്ഥലത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊണ്ട് പല ദിവസങ്ങളിൽ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു എവിടെയൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. അവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ആ ബാഗ് എടുക്കുക, ഈ കവർ എടുക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അത് എന്തിനാണെന്ന് അങ്ങനെ ചിന്തിക്കത്തില്ല. മാതാവ് പറഞ്ഞല്ലേ എന്നോർത്ത് അതെല്ലാം എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പഴയ പത്രങ്ങൾ ഞാനിങ്ങനെ സൂക്ഷിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പത്രം ഇല്ലാതെ എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു വന്നില്ല. പക്ഷേ അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്നതിലല്ലോ ചെയ്യുന്നതിലല്ലേ കാര്യമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക അടുത്ത 3-ാമത്തേതെന്ന് വെച്ചാൽ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ വർഷങ്ങളായിരുന്നു തോന്നുന്നു.
അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു കുമ്പസാരിക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ എങ്ങനെ കുമ്പസാരിക്കും, കാരണം ഞാൻ ഡ്യൂട്ടി ടൈമൊക്കെ അനുസരിച്ച് എനിക്ക് കുമ്പസാരിക്കാനും കുർബാന ചൊല്ലാനൊക്കെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ പട്ടം കത്തീഡ്രലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ നീ സിസ്റ്ററിനോട് ചോദിക്കുക ഇവിടെ എപ്പോഴാണ് കുമ്പസാരം കുർബാന എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ എല്ലാ ദിവസവും 3:30 കുമ്പസാരവും 4 മണിക്ക് കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി ജീവിതത്തിലോട്ട് എന്നെ തന്നെ നവീകരിക്കാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്കും മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ വാതിലുകൾ തുറന്നു തന്നു. അങ്ങനെ അതുകൂടാതെ തന്നെ രാത്രി 3 മണിക്കും രാവിലെ ഉച്ചയ്ക്ക് 3 മണിക്കും കരണക്കൊന്ത് ചൊല്ലാൻ എഴുന്നേറ്റിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയും മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ അവിടെ പറഞ്ഞ് കുമ്പസരിച്ച് ഒരുങ്ങി കുർബാനയിൽ സജീവമായി തുടങ്ങി. ചിലപ്പോൾ എനിക്ക് പ്രത്യക്ഷ പാപങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. ആ സമയത്ത് മാതാവ് എനിക്ക് ചിലപ്പോൾ എൻ്റെ മുൻപാപങ്ങളായിരിക്കും, നീ ഇന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇന്നത് പറഞ്ഞ് കുമ്പസാരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിൽ ഇതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ ഇത് പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ 3 മാസം കഴിയുമ്പോൾ തന്നെ വന്ന് പുതുക്കണമെന്ന്. ഞാൻ പുതുക്കിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാശ് രൂപ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി, എൻ്റെ ഒരു ശക്തി എന്നിൽ നിന്ന് പോയതുപോലെ, മാതാവ് എന്നെ വിട്ടു പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുന്നത് പങ്കെടുത്ത കുർബാനകളിലൊക്കെ എന്നോട് പുതിയ ഉടമ്പടി അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ ഞാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞാനൊരു പുതിയ ഉടമ്പടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതെനിക്കൊരു പുതിയൊരു ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത ജർമ്മൻ്റെ തന്നെ അടുത്ത എക്സാം 2 മൊഡ്യൂളുകൾ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപ ഉപ്പൊക്കെ ആയിട്ട് പോയി പരീക്ഷ എഴുതി. ഒരെണ്ണം ഞാൻ പാസ്സായി, പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സായില്ല. അപ്പോൾ ആദ്യത്തെ റൈറ്റിംഗ് പാസ്സാവാതിരുന്നപ്പോഴത്തേക്കും മാതാവ് എനിക്കൊരു വചനം തന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയാഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി വരുന്ന ആളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ജൂലൈയിൽ വന്നിട്ട് എനിക്ക് എൻ്റെ വിസയ്ക്കുള്ള ഡോക്യുമെൻറ്റ്സ് വന്നു. അതൊരു 7-ാം തീയതിയാണ് വന്നത്. ആ എൻ്റെ ലൈഫിൽ കൂടുതലും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യാഴാഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7-ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡേറ്റുകളിലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു പക്ഷെ ഞാൻ ഒന്നും പാസ്സായിട്ടില്ല. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും ഒക്ടോബറിൽ എനിക്ക് വീണ്ടും ഒരു എക്സാം ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു മാതാവ് വീണ്ടും ഞാൻ എന്നെ പെട്ടെന്ന് എത്തിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഓർത്തിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഒരു 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് സ്വപ്നത്തിൽ എൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് കാണുകയും 11 സമയം കാണിക്കുകയും 2 എന്നൊരു സംഖ്യ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു 62 ആയിരിക്കും, ഞാൻ പാസ്സാവും. അപ്പോൾ എനിക്ക് കോൺട്രാക്റ്റിലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 30 ഞാൻ അവിടെ എത്തണമെന്നായിരുന്നു. അപ്പോൾ ഒക്ടോബർ 30 എനിക്ക് എത്താൻ പറ്റുമെന്നുള്ള വിശ്വസിച്ചു. കറക്റ്റ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്ന സമയത്ത് എനിക്കിങ്ങനെ മാതാവ് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ തരുക. അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രേരണ തരുമ്പോൾ നമ്മുടെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതുപോലെ ഇമെയിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റിസൾട്ടാണ്. കറക്റ്റ് 11-12 ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ എക്സാം ചെയ്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബൈബിൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞത് കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തിലൂടെ നയിക്കുമെന്നായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ച് എന്താ പറയുക ഞാൻ റിസൾട്ട് നോക്കി, പക്ഷേ ഞാൻ പാസ്സായില്ല. എനിക്ക് 42 മാർക്കായിരുന്നു. അപ്പോൾ അപ്പോഴെല്ലാം മാതാവ് എൻ്റെ മനസ്സിൽ വന്നത് ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നീ പാസ്സാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ഇനി നീ എക്സാം എഴുതണ്ട, 3 മൊഡ്യൂൾ വെച്ചിട്ട് പോകാൻ പറ്റുന്നതിനെക്കുറിച്ച് നോക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏജൻസി ജർമ്മനിലാണ്, അവർക്കൊരു മെസ്സേജ് അയക്ക്, നീ ഇവിടെ എഴുതിയിട്ട് കിട്ടുന്നില്ല, ഭയങ്കര പാടാണ്, 3 മൊഡ്യൂൾ വെച്ച് വിസയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഓൾറെഡി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതേക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് B2 ഇല്ലാണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ B1 ഒന്നുകൂടെ എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു പ്രതീക്ഷയായി. അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നീട് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡിസംബർ 2 ആകുമ്പോൾ എനിക്ക് റിന്യൂവൽ ആവും. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുവാണ് റിന്യൂ ചെയ്യണ്ട, ഒരു പ്രീ പ്ലാൻ ഒന്നുമില്ല. കാരണം ആകെയുള്ള വരുമാനം അതാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അടുത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഇവിടെ നിന്ന് ഇറങ്ങിയാലും അവിടെ ഉണ്ടല്ലോ, പ്രോസസ്സ് താമസിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് 2 കൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു.
റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു പെർമിഷൻ ലെറ്ററിൻ്റെ കാര്യം അവർ ചോദിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതിന് 3 മാസമൊക്കെ എടുക്കുമായിരിക്കും, നീ എന്തായാലും വന്നിട്ട് ഇവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനവിടെ ഒരു 10-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റാണ് പറഞ്ഞത്. 7-ാം തീയതി ഡിസംബർ 7-ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസവും 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു 8-ാം തീയതി മാതാവ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന്. 7-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റിയില്ല, പക്ഷേ ഓൺലൈനിൽ കൂടി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 7-ാം തീയതി ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ടും ഉച്ചയായപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് നാളെ കൃപാസനത്തിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ കുർബാന കൂടിയിട്ട് ഞാൻ വൈകിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി നല്ലപോലെ കുമ്പസാരിച്ച് നല്ല തീക്ഷ്ണതയോടുകൂടെ കുർബാനയെ പങ്കെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നാളെ സ്കൂളിന് അവധിയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അമ്മയുടെ സ്കൂളിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, തിങ്കളും ചൊവ്വയും അമ്മയ്ക്ക് സ്കൂളിൽ അവധിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണെന്ന്. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയും കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അതിന് മുന്നേ പല പ്രാവശ്യവും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. പക്ഷേ അന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തിയാണ്, എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറം ഒരു ശക്തിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഈശോയുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. അച്ഛനോട് പറയാനുള്ളതെന്ന് എനിക്ക് ഓർമ്മ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എനിക്ക് കരച്ചിലാണ് വന്നത്, അല്ലാണ്ട് വേറൊന്നും വന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് എന്താണോ പറഞ്ഞതെന്നോ പ്രാർത്ഥിച്ചതെന്നോ എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്നോട് ചോദിച്ചു, ഇനി നിനക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ 30 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നവംബറിലായിരുന്നു അവിടെ ചെല്ലേണ്ടിയിരുന്നത്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ടും പോകുന്ന സമയത്തല്ല ഞാൻ പറയുന്നത്, മാതാവെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയില്ലേ, അതിൽ കൂടുതൽ എന്ത് ഗിഫ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുക അന്ന് രാത്രി 11:30 ജർമ്മൻ സമയം 7 മണി ആയപ്പോഴത്തേക്കും എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, ഹോസ്പിറ്റലുകാർ പെർമിഷൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരിക്കും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പെർമിഷൻ ലെറ്റർ കൊടുത്ത് ആരും ഇതുവരെ അവിടെ പോയിട്ടുമില്ല, ഇവർ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി കുമ്പസാരവും കുർബാനയായിട്ടൊക്കെ ഇച്ചിരി അകന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് കുമ്പസാരിക്കണം, ഈ വരുന്ന ശനിയാഴ്ച കുമ്പസാരിച്ച് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ അന്ന് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഇങ്ങനെ സമ്മതിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ആ പെർമിഷൻ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി. അവരെൻ്റെ അടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഇങ്ങനെ തീരുമാനിച്ചല്ലേ, ശനിയാഴ്ച ഞാനൊരു ധ്യാനം കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് കുമ്പസാരിച്ച് ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കരുണക്കൊന്ത ചൊല്ലി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഏജൻറ്റിൽ നിന്ന് ഫോൺ വിളി വരുന്നു, 15-ാം തീയതി ബാംഗ്ലൂർ ഒരു ഡേറ്റ് ഉണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കുമ്പസാരിക്കാനുള്ളതാണെന്നും എനിക്ക് ധ്യാനം കൂടാനുള്ളതാണെന്നും ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകേണ്ടതാണെന്നും ഓർക്കാണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ആഗ്രഹം, കാരണം അപ്പോഴും ഞാൻ വിസയ്ക്ക് വെക്കുവാണെങ്കിൽ എനിക്ക് 30-ാം തീയതി മുന്നേ പോകാൻ പറ്റും, എൻ്റെ ഒരു സ്വാർത്ഥ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ശ്രദ്ധിക്കാണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്നും ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു ഇതൊക്കെ പറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും ദൈവം തന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കർത്താവായിട്ട് എനിക്ക് തന്നതാണെന്ന് ഓർത്തിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ഒരുങ്ങിയൊക്കെയാണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ VFS ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത പാടെ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ കാറ്റഗറി തെറ്റാണ്, ഇതിവിടെ പറ്റത്തില്ല, വേറെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവായിട്ട് തന്നതല്ലേ എനിക്ക്, എന്നിട്ട് എന്തോ പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, പക്ഷേ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നു. ആദ്യം മാതാവ് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ കുറച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത്, എവിടെയാണ് എനിക്ക് പാളിച്ച് വന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നെറ്റിൽ നോക്ക് ഈ കാറ്റഗറിക്ക് എന്താ പ്രശ്നമെന്ന്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കറക്റ്റ് കാറ്റഗറിയാണ്, അതിലൊരു പ്രശ്നമില്ല. പോരാത്തതിന് അടുത്ത ദിവസം വെച്ചവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നില്ല, അതായത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വെക്കുക എന്നുള്ളത്, പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ധ്യാനത്തിന് പോവുകയും കുർബാന കൂടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അങ്ങനെ ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്നു. ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം എന്താണോ അതെനിക്ക് മാതാവെ സാധിച്ചു തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇരിക്കെ ഡിസംബർ 29-ാം തീയതി എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, പാസ്പോർട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഞാൻ ഈ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇവിടെ വരാൻ ഇടയാക്കരുത്, എനിക്കിനി അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഡിസംബർ 31-ാം തീയതി രാത്രി എല്ലാവരും പല ആഘോഷത്തിലും പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ രാത്രി മുഴുവൻ എൻ്റെ ന്യൂ ഇയർ ഈശോയുടെ കൂടെ ആയിരുന്നു, ആരാധനയിലും
പ്രാർത്ഥനയിലും ആയിരുന്നു. അന്ന് എനിക്ക് പുതുവർഷത്തിൽ കിട്ടിയ 2 വചനമായിരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ ഇതായ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയും, പിന്നെ ഒന്ന് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുട്ടികൾ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നടത്തും. അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ആഗ്രഹം ഞാൻ എപ്പോൾ പോകണോ അങ്ങനെ ആ ഒരു രീതിയിൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ജനുവരി 6-ന് എനിക്ക് വീണ്ടും ഒരു VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി കൊച്ചിയിൽ. അപ്പോൾ അത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി 5-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് സിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, വിസയ്ക്ക് വച്ചിട്ട് വാ, ഇനി റിജക്ഷൻ ഒന്നും വരത്തില്ല. അതെനിക്ക് ശരിക്കും മാതാവ് എന്നോട് പറയുന്ന പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയ വഴിക്കല്ല, എനിക്കൊരു തീർത്ഥാടന യാത്ര പോലെയായിരുന്നു. ഒരുപാട് പള്ളിയിൽ കയറി. അതിനെക്കാട്ടി വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈശോയുടെ ഒരു തങ്കിപ്പള്ളി കയറി, ഈശോയുടെ തിരുസ്വരൂപമുള്ള. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ ആ രൂപത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ചങ്ക് തകർന്ന വേദനയാണ്. അതായത് എനിക്ക് പ്രിയപ്പെട്ട ആരോ ദേഹം മുഴുവൻ മുറിവുകളോ ആയിട്ട് ഒരു പച്ച മാംസം പോലെ അവിടെ കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീലായത്. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ച ഈശോയുടെ മുമ്പിലാണോ നീ നിൻ്റെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ VFSൽ പോയി. അവിടെ ചെന്നിട്ട് 12:40 അപ്പോയിൻമെൻ്റ് ആണെങ്കിലും 11 മണിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തന്ന കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു മുന്നിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ട്, ഈ കാശ് രൂപ ആ ചെടിച്ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ ഞാനോർത്ത് ഇത്രയും പേരുണ്ട്, ഞാൻ എന്തോ ചെയ്യും. പക്ഷേ എന്തായാലും മാതാവ് പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ കാശ് രൂപ അതിൽ വെച്ചതും എന്നെ അവർ വിളിച്ചു. പിന്നെ എനിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വിസ പ്രോസസ്സിങ് അത് സബ്മിഷൻ നല്ലപോലെ നടന്നു. അവർ പറഞ്ഞു 1 മാസം എടുക്കും വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് 1 മുതൽ ഡിസംബറിൽ 30-ാം തീയതി വരെ എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമായിരുന്നു. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു 1 മുതൽ 27 വരെ എഴുതാൻ പറഞ്ഞു. ഞാൻ 1 മുതൽ 27 വരെ എഴുതി. എന്നിട്ട് എൻ്റെ അടുത്ത് 15, 17, 27 മാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷേ മാതാവ് പറഞ്ഞല്ലേ ഓർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. 6-ാം തീയതി സബ്മിറ്റ് ചെയ്ത എൻ്റെ ഡോക്യുമെൻറ്റ്സ് 7-ാം തീയതി കോൺസുലേറ്റിലെത്തി ജർമ്മനീൻ്റെ. അത് കഴിഞ്ഞ് എൻ്റെ 7-ാമത്തെ ദിവസം 14-ാം തീയതി അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ 15 എന്നുള്ള ഡേറ്റ് വന്നു. അപ്പം ഞാൻ മാതാവിനോട് മാതാവ് ഇന്ന് 15 എന്താണെന്ന് ഞാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അന്നത്തെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അപ്പം നോക്കുമ്പോൾ ഈശോ എൻ്റെ കാൽക്കൽ വന്നിരിക്കുക. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് പറയാം, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അടുത്ത് പറയാം. ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയായിട്ട് ഞാനൊരു ബന്ധത്തിലായി. എന്നെ എടീന്ന് വിളിച്ച് ഈശോ എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റു, അപ്പം തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ചായെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊരു സൂചന ചതുവാണെങ്കിൽ ഞാൻ ആരടുത്തും പറയത്തില്ലായിരുന്നു. ഈ നിമിഷം വരെ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഡിസ്പാച്ചായെന്നുള്ളൊരു മെയിൽ വന്നത്. അപ്പം ഓക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 17 എന്നുള്ള ഡേറ്റ് അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 17-ാം തീയതി രാവിലെ എനിക്ക് ഇതുപോലെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ 17-ാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജ് വരുവാണ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വരുവാണ്, എൻ്റെ വിസ അറൈവ് ഇന്ന് വരും. അങ്ങനെ കൊറിയർ സർവീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. പക്ഷേ അന്ന് എൻ്റെ അമ്മ പോയത് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനകത്ത് വിസ വരുമെന്ന്. 18-ാം തീയതി ഞാൻ പോയി വാങ്ങിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നേർച്ചയൊക്കെ നേറ്റി അവിടെ വെച്ച് തുറന്ന സമയത്ത് അതിനുള്ളിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് 7-ാമത്തെ പേജിൽ വിസ അടിച്ച് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ തന്ന കാശ് രൂപം എൻ്റെ 7-ാമത്തെ പേജിൽ വെച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് ഞാനത് തുറന്നു നോക്കിയപ്പം ബാക്കിയുള്ള പേജെല്ലാം വിട്ടിട്ട് എൻ്റെ 7-ാമത്തെ പേജിലായിരുന്നു എൻ്റെ ജർമ്മൻ്റെ വിസ അടിച്ച് വന്നത്. അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ച് ഞാൻ പൊട്ടിക്കരയുമായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് കരച്ചിലോ സങ്കടമോ സന്തോഷമോ ഒന്നും തോന്നിയില്ല. ഞാൻ ശരിക്കും എങ്ങനെയായിരുന്നോ ഞാനുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാൻ ഈശോയുടെ മുന്നിൽ ചെന്ന് മുട്ടുവെത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ഈശോയെ എനിക്കൊരു ഇമോഷൻ ഇല്ലാത്തതെന്ന്. അപ്പം ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞതല്ലേടി, ഇനി എന്തിനാ മതി,
ഇനി നീ കരയണ്ട എന്നിങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന്. ഇതിനെക്കാട്ടി പിന്നെ എനിക്ക് വന്ന് 27 എന്നുള്ള നമ്പർ, അതെന്തുവാണ്, ഇനി 27-ാം തീയതി ഞാൻ പോകുമോ, അതിനെക്കുറിച്ചാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കും ഞാൻ വിസ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ വിസ സ്റ്റാർട്ടാകുന്നത് 27-ാം തീയതി മുതലാണ്. അപ്പോൾ 7-ാം തീയതി കോൺസുലേറ്റ് എത്തിയ എൻ്റെ പാസ്പോർട്ട് 7-ാമത്തെ ദിവസം അതിൽ വിസ സ്റ്റാമ്പ് ചെയ്യും. 17-ാം തീയതി എൻ്റെ കയ്യിലെത്തുകയും 27-ാം തീയതി മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടാകുകയും ചെയ്യായിരുന്നു. ഇത് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നതല്ലാതെ എൻ്റെ മെറിറ്റിൽ എനിക്കിതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഒരു 0.1% പോലും എനിക്ക് സാധ്യമല്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിന് അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ വരുന്ന ഫെബ്രുവരിയിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റും. ഇതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇതിലൂടെ തന്നെ ആത്മീയമായിട്ട്, അതായത് തികച്ചും ഒരു എന്താ പറയുക, എൻ്റെ ഒരു വഴിപിഴച്ച എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് കഴിയുന്നത് വരെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. മാതാവുമായിട്ടും ഈശോയായിട്ടും നിരന്തരം ജപമാലയും കുർബാനകളിലുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതചര്യയിലായിരുന്നു ഞാൻ വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പം തികച്ചും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയൊരു വ്യക്തിയായിരുന്നു. കുർബാനയില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനകളില്ല. പക്ഷേ എപ്പോഴും ഞാൻ എന്താ പറയുക ബൈബിള് വായിക്കും, ഒരു ജപമാല എൻ്റെ കയ്യിൽ കൂടെ നടക്കും. അതായിരിക്കും ഒരു പക്ഷേ എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നതിനൊരു കച്ചിത്തുരുമ്പായത്. അപ്പം ഇതിലൂടെ എനിക്ക് ആ സമയത്തൊക്കെ ഈശോയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ എന്തുണ്ടെങ്കിലും പറയും, ഈശോ എൻ്റെ അടുത്ത് അതുപോലെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് വീണ്ടും എൻ്റെ ഈശോയെ തിരിച്ച് കിട്ടി. എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തുറന്നു പറയാം, എനിക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാനും എൻ്റെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് പള്ളി. എന്നാൽ പോലും ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ദിവസം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഉള്ള കൃപ ഈ മാതാവ് എനിക്ക് നേടിത്തന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ആദ്യമൊക്കെ ഞാൻ ചുമ്മാ കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. അത് ഞാൻ എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് മാതാവ് എനിക്ക് കാണിച്ചു തരും. പിന്നെ ആയപ്പോഴത്തേക്കും മാതാവ് എനിക്കതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ട് നിയോഗം പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ആദ്യമൊക്കെ എനിക്കങ്ങനെ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു പ്രൊവിഷൻ ഹോമിൽ സഹായിക്കാൻ മാതാവ് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സഹായിക്കാൻ പറ്റി. പിന്നെ ആരെൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് പൊതിച്ചോറ് ആഹാരം അങ്ങനെ കൊടുക്കുന്നൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്താ ആഗ്രഹിക്കുന്നത്, ഞാനിനി അനാഥാലയത്തിലൊക്കെ കൊടുക്കണമാണോ അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനൊക്കെ ഞാൻ വേറെ ആളെ നിയോഗിച്ചിട്ടുണ്ട്. നീ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പ്രതീക്ഷയില്ല, അതായത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ലാത്തവർക്ക് നീ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ നടന്നു പോയപ്പോഴത്തേക്കും ഞാൻ അത്രയും നല്ലതായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാനൊരു അപ്പച്ചനെ കണ്ടു, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ വീണ്ടും വന്ന വഴി തിരിച്ച് നടന്നു പോയി ആഹാരം വാങ്ങിച്ച് അപ്പച്ചന് കൊടുത്തു. അപ്പച്ചൻ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും മിണ്ടിയില്ല, ഞാനും ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ചു. ആ അപ്പച്ചൻ്റെ കണ്ണിൽ എന്തെന്നില്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് പോരാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ആ മുഷിഞ്ഞ ഇതിൻ്റെ ഇടയിലും ഒരു 2 ജപമാല ആപ്പശു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് തന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് തണുക്കുന്നില്ല ഈ റൂമിലിരുന്നിട്ടും, പക്ഷേ എന്നിട്ടും നടു റോഡിൽ തണുത്ത് വിറച്ച് കിടക്കുന്നവരില്ലേ. എന്നിട്ട് ആ അപ്പച്ചൻ്റെ മുഖം എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്ന വരയ്ക്കും ഞാൻ ആ അപ്പച്ചന് വേണ്ടിയിട്ട് ആഹാരങ്ങളും കൊടുത്തു. എന്നിട്ട് പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, ഇനി ആരെങ്കിലും എന്നെപ്പോലെ വന്ന് ആഹാരം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരും മാതാവ് എന്നെ കാണിച്ചു തരും, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം. അങ്ങനെ എനിക്ക് കാണിച്ചു തരുവാണ്. അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഭൗതിക ഈ പാസ്പോർട്ടിനെക്കാട്ടി ഈ വിസയെക്കാട്ടിൽ എനിക്ക് വലുത് എനിക്കിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ ഈശോയെ ചേർത്ത് പിടിച്ച് എനിക്ക് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തരണേമെന്നാണ്. കാരണം എൻ്റെ ജീവിതം മാറി തുടങ്ങിയത് എൻ്റെ ഈശോയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഈശോയെ ഞാൻ പാപിയാണ്, ഒരു യോഗ്യതയില്ല, പക്ഷേ കുരിശിൻ ചുവട്ടിലും വലതുഭാഗത്തെ കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്ത ഈശോയെ അങ്ങയുടെ തിരുരക്തത്തെ കഴുകി എന്നെയും അങ്ങയുടെ കുരിശോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി. ഞാനിനി എവിടെ പോയാലും, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും ഞാൻ ജർമ്മൻ പത്രം വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ ചൊല്ലുമായിരുന്നു. കാരണം മാതാവ് എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും അവിടെ എത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജർമ്മനിയിൽ എഴുതി ജർമ്മൻ ഭാഷയിൽ എഴുതി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി ജർമ്മനി പോയാലും എൻ്റെ ജോലിക്കുപരി അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ഭദ്രതയേക്കാളപ്പുറം
എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവിടെ ഒരു പ്രേക്ഷിതയായിട്ട് ജീവിക്കാനുള്ള കൃപ മാതാവ് ഈശോ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് രഹന ജോസ്. ഞാൻ വരുന്നത് പുത്തൻവേലിക്കര, എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സെൻറ്റ് ജോർജ് മാളവന ഇടവകയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് 2024 അത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET പാസ്സായി. ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. 2024 മെയ്യിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സിന് പോയി. അതിനുശേഷം ആ സമയത്ത് അവിടെ ന്യൂസിലൻഡിൽ ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപാട് പേര് കുറേ ലക്ഷങ്ങൾ കൊടുത്തു പോയി പഠിച്ചിട്ട് ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകുന്നോടം വരെ ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇത്രയും നമ്മൾക്ക് പൈസയൊക്കെ മുടക്കി പോയിട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് ജോലിയില്ലാതെ തിരിച്ചു വന്നപ്പോഴും കുറേ പേർക്ക് ജോലിയൊന്നും കിട്ടാതിരുന്ന സമയത്തും എനിക്ക് അമ്മ മാതാവ് ഓസ്ട്രേലിയയിൽ ജോലി തന്നു. അത് എനിക്ക് 2 ജോബ് ഓഫറാണ് വന്നത്. ഫസ്റ്റ് ജോബ് ഓഫർ വന്നത് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ. അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്തൊരു ഇൻ്റർവ്യൂ കിട്ടി. അത് കുറച്ച് ടഫായിരുന്നു. 30 മിനിറ്റ് 45 മിനിറ്റ്സുള്ള ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് 2ാമത്തെ ഇൻ്റർവ്യൂവും എനിക്ക് പാസ്സായി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് എനിക്ക് കിട്ടുന്നത്. മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായി തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റായ ഞാൻ 2 ഇൻ്റർവ്യൂ 30 മിനിറ്റ്സ് അല്ല 45 മിനിറ്റ്സിൽ സംസാരിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പേരെ സമയത്ത് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ എന്തായാലും ജോലി കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ എപ്പോഴും ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും പിടിക്കും. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൊക്കെ വിതറും. അതുപോലെ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കും. പിന്നെ ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഉണ്ട് എടുത്ത്, അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ നമുക്ക് വീഡിയോ കോൺഫറൻസിലാണ് ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും എനിക്ക് അത് കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വിസ പ്രോസസ്സ്. 2 മന്ത്സ് കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയുടെ വർക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞാൻ അവിടെ അത്യാവശ്യം നല്ലൊരു ശമ്പളത്തിൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇവിടെ വരികയും പത്രം മേടിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ പോയതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടും, ഡെയിലി കാണും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടും, അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് ന്യൂസിലൻഡിൽ പോയി 6 മന്ത് ജോബൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്കിപ്പം ജോബായതിന് ശേഷം ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ജോലിയുള്ളവരാകുമ്പം ഓഫ് കോഴ്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. എനിക്കെപ്പോഴും പ്രതീക്ഷ തരുന്ന ഒരു വചനമാണ് റോമ 4:18. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എന്ന് ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ ആ വചനം. കാരണം ഒരു സാധ്യതയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി തന്നത് അമ്മ മാതാവാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു കുട്ടി ഞങ്ങൾ ഒരേ ദിവസം ജോയിൻ ചെയ്തതാണ് മെയ്യിൽ. ഒക്ടോബറിൽ ഞങ്ങളുടെ വിസ തീർന്ന് ആ കുട്ടി നാട്ടിലേക്ക് പോരാനായി. ആ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, 2 ഇൻ്റർവ്യൂ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ഞാനിങ്ങനെ ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് ഉടമ്പടിയിലുള്ള ഒരാളല്ല, മാതാവിനോട് അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറില്ല, അവർ വേറെ കത്തോലിക്കരല്ല. അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ജോബ് ഓഫറും എല്ലാം കിട്ടിയതിന് ശേഷം എന്നോട് ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലേ ചേച്ചിക്ക് കിട്ടിയത്? കാരണം ഞങ്ങൾ ഒരേ CV എല്ലാ ജോബ് ആപ്ലിക്കേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്തു. അപ്പം അവൾക്ക് അതുവരെ ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സമയത്താണ്, 15 ഡേയ്സ് കൂടെ ഉള്ളൂ ന്യൂസിലാൻഡിൽ. ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ആ 15 ഡേയ്സിനുള്ളിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് അവൾ നാട്ടിൽ പോയത്. ഇപ്പം ആ കുട്ടി നാട്ടിൽ വന്നു, ഉടമ്പടി എടുത്തു. അവളും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവളും ഓൺലൈൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഒരാൾക്കെങ്കിലും
മാതാവിൻ്റെ സാക്ഷിയാക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ നന്ദി പറഞ്ഞു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. ഡോൺ ബോസ്കോ നോർത്ത് പറവൂരാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം കൃപാസന പത്രം മൂലമാണ്. എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു എൻ്റെ രോഗം. അത് എന്തിൻ്റെ മൂലമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ടെസ്റ്റിനായിട്ട്. അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ എനിക്ക് കിഡ്നിയിൽ ഒരു അഡ്രിയാൻ ഗ്രന്ഥിയിൽ ചെറിയ മുഴകളുണ്ടായിരുന്നു. അതിൻ്റെ അഭാവത്തിലാണ് എനിക്ക് ഹൈ പ്രഷറായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരനോട് റിസൾട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെ താഴ്ത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു നേഴ്സ് വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നീ എൻ്റെ അടുത്തേക്ക് വാ, നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ആ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. നേരെ ഞാൻ പേഷ്യൻ്റാണ്, എനിക്ക് താഴത്ത് ഇറങ്ങാൻ പാടില്ല, റൂം വിട്ടെങ്ങും പോകാൻ പാടില്ല. എന്നിരുന്നാലും എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി പേഷ്യൻ്റെ ടാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ടാഗ് ഞാൻ മുറിക്കാൻ നോക്കി, എടുത്ത് പറിക്കാൻ നോക്കി. അതുണ്ടെങ്കിൽ എനിക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് കാരണം മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ കൈ പോക്കറ്റിലിട്ടുണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി നേരെ ഗ്രോട്ടോൻ്റെ അടുത്തേക്ക് ചെന്നു, മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മാതാവിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. മാതാവ് ഇന്ന പോലെയാണ് റിസൾട്ടിൽ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വലത്തെ സൈഡിലേക്ക് വരാൻ പറഞ്ഞു മാതാവ്. അങ്ങനെ വലത്തെ സൈഡിലേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ കൃപാസനത്തിൻ്റെ ഒരു കെട്ട് പത്രം അവിടെ ഉണ്ടായിരുന്നു ആ മാതാവിൻ്റെ അടുത്ത്. ഞാൻ അതിൽ നിന്ന് ഒരു പത്രം എടുത്തുകൊണ്ട്, അന്ന് ആദ്യമായിട്ടാണ് ആ കൃപാസനം എന്ന പത്രം ഞാൻ കാണുന്നതും അത് വായിക്കുന്നതും. ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി. റൂമിൽ വെച്ച് അത് മുഴുവനും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/5/2024 അന്ന് തുടങ്ങി മാതാവ് എൻ്റെ ഒപ്പം ഉണ്ട്. മാതാവ് എൻ്റെ ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് ഇവർ രണ്ട് തമ്മിൽ 9 വർഷത്തെ ഗ്യാപ്പുണ്ട്. വളരെ ലേറ്റായിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞായത്. അത് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കടങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ ശേഷമാണ് മാതാവ് രണ്ടാമത്തെ കുഞ്ഞിന് തന്നത്. മാതാവ് കുഞ്ഞിന് തന്നോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കാറിനായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഫേസ്ബുക്കിലൂടെ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അനിയനും ഫേസ്ബുക്കിലൂടെ അന്വേഷണം നടത്തിയപ്പോൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ ഒരു കാറ് കണ്ടു. ആ കാറ് രണ്ടുപേരും കണ്ടത് ഒരേ കാറ് തന്നെയാണ്. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള കാറായിരുന്നു, ഇയോൺ എന്ന് പറയുന്ന കാറായിരുന്നു. അപ്പോൾ ഞാനത് ഉറപ്പിച്ചു, എനിക്ക് അത് മാതാവ് തന്ന കാറാണ്. അങ്ങനെ ഞാനും വൈഫും കൂടി കാറ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് വൈഫിൻ്റെ സ്കൂട്ടറിലായിരുന്നു. അതാകുമ്പോൾ രണ്ടുപേരും മാറി മാറി ഓടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു പോയത്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്തു. ഈരാറ്റുപേട്ടയിൽ പോയി കാറ് കണ്ട് അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്, ഇവൾ കൺസീവ് ആയത്. അപ്പോൾ അത് ട്രാവലിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ കുട്ടി പോകേണ്ടതാണ്. അതേപോലത്തെ ഡ്രൈവിങ്ങിലായിരുന്നു ഞങ്ങൾ ഒരു ടൂറ് പോകുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു കുഴപ്പം അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഡെലിവറി ടൈമിലായാലും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കിട്ടി. ഡെലിവറി ടൈമിൽ ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു ഡെലിവറി, ഓപ്പറേഷനായിരുന്നു. അന്ന് ഓപ്പറേഷനിൽ കയറ്റുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മട്ടാഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പള്ളിയിൽ നിന്ന് ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടി. ആ കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അപ്പോൾ 8:30 ആയപ്പോഴേക്കും ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന
എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പ്രതിഷ്ഠാന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു കെട്ട് പത്രമില്ല, നീ അത് കൊടുക്കാൻ പോ എന്നും എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഞാൻ എൻ്റെ വൈഫ് ഓപ്പറേഷന് കയറ്റിയപ്പോൾ ഞാൻ കൃപാസന പത്രമായിട്ട് മട്ടാഞ്ചേരി റോട്ടിൽ ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നതായിരുന്നു. കൃപാസന പത്രം കൊടുക്കാൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു, സെക്കൻഡ് ലാസ്റ്റ് പത്രം, അവസാനത്തെ പത്രത്തിൻ്റെ മുമ്പത്തെ ടൈമിൽ ഡെലിവറി നടക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അങ്ങനെ പത്രം വേഗം കൊടുക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ പത്രം മാതാവിനോട് പ്രാർത്ഥിച്ച് വേഗം കൊടുത്തു. സെക്കൻഡ് ലാസ്റ്റ് പത്രം എത്തിയപ്പോഴേക്കും അവസാനത്തെ 2 പത്രം എത്തിയപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കോൾ വന്നപ്പോഴേക്കും ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കോൾ എടുത്തപ്പോഴേക്കും വേറൊരു ചേച്ചിയാണ് എന്നെ വിളിച്ചത്. ചേച്ചി വിളിച്ചത് ഡെലിവറി എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്താണ്, എന്തായെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോള് കട്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പത്രം, 2 പത്രത്തിൽ ഒരു പത്രം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന് കൊടുത്തു. ആ കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത കോൾ എനിക്ക് വീണ്ടും വന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനൊരു ഉണ്ണീശോ പിറന്നിട്ടുണ്ട്, ഒരു ആൺകുട്ടി പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ഓപ്പറേഷൻ കഴിയും, നീ ഒരു 2ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതേപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ആ അനുഭവം ഉണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:36. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു അടയാളമായിട്ട് എനിക്ക് തന്നെ വന്ന് 9:36 ലാസ്റ്റത്തെ 6 അത് മാതാവിൻ്റെ നമ്പറാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു അത് മാതാവിൻ്റെ അനുഗ്രഹത്തിലാണ്. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും. അതിനകത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ കുട്ടികൾക്ക് ഉദരത്തിൽ വെച്ച് തന്നെ ഓരോ പ്രോബ്ലമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും എൻ്റെ വൈഫ് ഡെലിവറി ആയിപ്പോൾ പോസിറ്റീവായ അന്ന് തുടങ്ങി ഞാൻ ടെൻഷനാണ്. ഓരോ ചെക്കപ്പിനും ഞാൻ ഡോക്ടറിനോട് ചോദിക്കും. അപ്പം അന്നേരത്ത് ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഞാൻ ഓരോ നമ്പറുകൾ ശ്രദ്ധിക്കും. അതെല്ലാം മാതാവിൻ്റെ നമ്പറുകൾ 7, 8, 6 അതൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടിൽ അതെല്ലാം പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഡെലിവറി വരെ എത്തി, ഒരു കുഴപ്പമില്ല. അവസാനത്തെ ആ പത്രം, ഹോസ്പിറ്റലിലെ അവസാനത്തെ പത്രം ഞാൻ അത് കൊടുത്തില്ല. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പത്രം കണ്ടപ്പോൾ, മോനെ ആ പത്രം എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയായി കൊടുത്തു. അങ്ങനെ ഈ നിമിഷം വരെ എൻ്റെ ഇവാൻ എന്നാണ് പേര്. ഈ നിമിഷം വരെ 9 മാസം എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അവൻ തമ്പോ, അമ്മയെന്ന് വിളിക്കൂല, പക്ഷേ തമ്പോന്ന് വിളിക്കും. തമ്പോന്ന് വിളിക്കും, നന്നായിട്ട് വിളിക്കും. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിലാണ് എനിക്ക് 9 മാസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയ ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട്, ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകള്, ഞാൻ ഒരു ദിവസം പണിക്ക് പോയി വൈകുന്നേരമായപ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൂത്ത മകൾ നല്ല കരച്ചിലാണ്, വേദന എന്ന് വെച്ചാൽ മോശം പോകാതെ ഭയങ്കര 2-3 ദിവസമായിട്ടും മോശം പോയിട്ടില്ല. അപ്പോൾ അത് കാരണം പോകാതെ വന്നപ്പോഴേക്കും ഭയങ്കര വേദന വരുന്നു, ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടിയിരുന്നു. ആ പത്രമായിട്ടാണ് ഞാൻ പണിക്ക് പോയി. വൈകുന്നേരം എനിക്ക് രാവിലെ കൊടുക്കാൻ പറ്റിയില്ല, വൈകിട്ട് വർക്ക് കഴിഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പത്രം കൊണ്ടുപോയി. അന്ന് എനിക്ക് ഒരു ഹൗസ് വാമിങ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഹൗസ് വാമിങ്ങിന് 6 മണിക്കാണ് ഹൗസ് വാമിങ്. എൻ്റെ 5 മണിക്ക്, ഞാൻ മെയ്സൺ വർക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിൽ മെയ്സനാണ്. 5 മണിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 5:30, 6 മണി, ഒരു അരമണിക്കൂർ എനിക്ക് ഗ്യാപ്പുണ്ട്. ആ ടൈമിൽ ഞാൻ പത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പത്രം കൊടുത്തു. ഒരു 10 മിനിറ്റ് എനിക്ക് ഞാൻ എടുത്തുള്ളൂ. അങ്കമാലി LF ഹോസ്പിറ്റലിൽ ഞാൻ പത്രം കൊടുത്തു. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുത്തപ്പോഴേക്കും 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ പത്രം കൊടുത്ത് തീർത്ത് എനിക്ക് സുഖമായിട്ട് ആ ഫംഗ്ഷന് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് എന്നെ വിളിച്ചത്. ഇന്ന പോലെ കരച്ചിലാണ്, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വേഗം വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നീ തിരുനടയിൽ അവിടെ എൻ്റെ നടയിൽ ഞാൻ ഉപ്പ് വെച്ചിട്ടുണ്ട്, കൃപാസന മാതാവിൻ്റെ ഉപ്പ് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് ഞാൻ പറഞ്ഞ് ഉപ്പ് എടുത്ത് ഇത്തിരി വെള്ളത്തിൽ കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കൊടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു കോളും വന്നില്ല. ഞാൻ തിരിച്ച് 7:30 വീട്ടിൽ വന്നപ്പോൾ, 7:30, 8 മണിയായി വീട്ടിൽ വന്നപ്പോൾ. അതുവരെ ഞാൻ കോള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹെഡ്സെറ്റ് ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടത്. അതിലൊന്നും ഒരു കോളും വന്നില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നപ്പോൾ
ആദ്യം ചോദിച്ചത് എൻ്റെ മകൾ അവൾ എന്ത് എടുക്കണമെന്ന് വെച്ച്. അപ്പോൾ അവൾ ഉറക്കമാണെന്ന് പറഞ്ഞു. ഉറക്കമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എന്ന് വെച്ചാൽ മാതാവാണ് അവളെ ഉറക്കിയേക്കണത്, മാതാവിൻ്റെ മടിയിലേക്ക് കിടന്നാണ് അവൾ ഉറങ്ങിയേക്കണത് എന്നെനിക്ക് ആശ്വാസമായി. എന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഉറക്കം വരും. മാതാവ് ഉറക്കുന്നതാണ്, അത് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മാതാവ് ഉറക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ആശ്വാസമായി എനിക്ക്. ഞാൻ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് എൻ്റെ മകൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ പിന്നെ കാണുന്നത് എൻ്റെ മകൾ ചിരിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു മുഖമായിട്ട്. ആ 3 ദിവസം എത്തിയിട്ട് പോകാത്ത ആ മോഷൻ അന്ന് ആ ഉപ്പ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് ആ ചിരിച്ച മുഖം കൊണ്ട് പിന്നെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ കന്നഡ സോങ്ങിൽ കലോത്സവത്തിൽ കന്നഡ സോങ്ങിൽ മലയാളം പോലും ശരിക്കും വശമില്ലാത്ത എൻ്റെ മകൾ കന്നഡ സോങ് അതിൽ എ ഗ്രേഡ് മേടിച്ചത്. അത് 3 വിദ്യാർത്ഥികൾ, 3 വേറെ വിദ്യാർത്ഥികൾ 3ഉം ഇവൾ പാടാൻ ഏത് പാട്ടാണ് കന്നഡ പാട്ടിൽ ഏത് പാട്ടാണോ പാടാൻ ഉദ്ദേശിച്ചത് ആ പാട്ട് തന്നെ വേറെ 3 കുട്ടികളും പാടി. അത് എൻ്റെ മകൾ പാടിയതിനേക്കാളും നന്നായിട്ട് തന്നെയാണ് അവരും പാടിയത്. നല്ല പാട്ടായിരുന്നു അവർ പാടിയത്. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് വെച്ചാൽ നിന്നിട്ട് കാര്യമില്ല. അതേപോലത്തെ പാട്ടായിരുന്നു. ഇവളേക്കാളും നന്നായ രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ 3ാമത്തെ പാട്ടും പാടി. ഇവൾ 2ാമത്തായിരുന്നു. ഇവൾ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സോങ് പിന്നത്തെ ആൾ വേറെ പെങ്കൊച്ച് ഈ പാട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് പാടി തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട, പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചറെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പോയിക്കോളാൻ പറഞ്ഞു. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കന്നഡ പദ്യം ചെല്ലാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ തൈലം ഞാൻ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉപ്പ് കുറച്ചെടുത്ത് ഇവളുടെ ഡ്രസ്സിൻ്റെ പോക്കലിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഇറങ്ങി അത് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തു. ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചർ പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ വലിയൊരു അനുഗ്രഹത്തിൽ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ മകൾക്ക് എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടാൻ ഞാൻ പത്രം ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ 3 മാസം കൂടുമ്പോൾ പുതുക്കുമ്പോൾ എനിക്ക് 3 കെട്ട് പത്രം കിട്ടും. അതുകൂടാതെ എനിക്ക് ഓരോ പള്ളികൾ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ പത്രങ്ങൾ കിട്ടും. ചിലവർക്ക് കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങൾ വരെ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് പത്രം മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എവിടെയാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ആ പത്രം ഞാൻ എൻ്റെ മുമ്പിൽ വെക്കും. ആ ഒരു കെട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് മാതാവിനെ പ്രാർത്ഥിക്കും, എവിടെയാണ് നീ ആഗ്രഹിക്കുന്നത്. മാതാവ് എനിക്ക് കാണിച്ചു തരും ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പത്രം കൊടുത്തിട്ടാണ് ഞാൻ രാത്രി 8-9 മണിയൊക്കെയാവും വീട്ടിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ. പത്രം കൊടുത്ത് തീർത്തിട്ടേ ഞാൻ തിരിച്ച് വീട്ടിൽ വരാറുള്ളൂ. ഇവിടുന്ന് കിട്ടിയ കൂടുമ്പോൾ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ആ തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ തൈലം എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അവിടെ വെച്ച് എനിക്കൊരു ലവ് ചിഹ്നമായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ആ തൈലം ആ കുരിശ് വരച്ചത് കുരിശാകൃതിയിലാണ് ഞാൻ വരച്ചത്. പക്ഷേ ഞാൻ അത് പിന്നീട് നോക്കുമ്പോൾ അതൊരു ലവ് ചിഹ്നമായിട്ട് മാറി. അത് മാതാവിൻ്റെ അത് മൊബൈലിൽ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരിയിൽ മെഴുകുതിരിയിൽ എല്ലാ ദിവസവും ഞാൻ കാണും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. ഇവരും കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് മാതാവിൻ്റെ മെഴുകുതിരിയിൽ കണ്ടത് മാതാവ് ഒരു 3 പേരെ ചേർത്ത് പിടിക്കുന്ന മെഴുകു ഉരുകിയിട്ട് മാതാവ് ചേർത്ത് പിടിക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ എൻ്റെ മെഴുകുതിരിയിൽ കണ്ടത്. അത് എൻ്റെ വാട്സപ്പിൽ ഇതായിട്ട് ഇട്ടേക്കണം, പ്രൊഫൈലായിട്ട് ഇട്ടുണ്ട് ആ ഫോട്ടോ. ശരിക്കും ഒരു മാതാവ് വന്ന് 3 പേരെ ചേർത്ത് പിടിക്കണത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ്. പിന്നെ മുല്ലപ്പൂ അത് 2-3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നടയിൽ ഒരു സീരിയസ് ആയിട്ട് ഞാൻ ഒരു ഭംഗിക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇട്ടു നടയിൽ. ആ നടയിൽ സീരിയസ് ആയിട്ട് 4 കളറുണ്ട്: ചുമപ്പ്, മഞ്ഞ, നീല, പച്ച.
അതിൽ ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ അതിനകത്ത് പച്ചയും നീലയും മാത്രമേ കത്തുള്ളൂ. ബാക്കി ചുമപ്പും മഞ്ഞയും സ്റ്റോപ്പാവും, കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അത് ശ്രദ്ധിക്കുക, ഉടമ്പടി എടുത്ത് ശ്രദ്ധിച്ച് തുടങ്ങിയത്, ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ കളർ മാറിയത്, ഇനി വല്ല വയറിൻ്റെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ ഞാൻ അതറിയാൻ വേണ്ടി അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും എനിക്ക് പിടിയിട്ടല്ല. പിന്നെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ നടയിൽ പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് നടയിൽ. അപ്പോൾ തിരികളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അതിനകത്ത് തിരികളുടെ കളറാണ് സീരിയൽ സെറ്റിന് വന്നിരിക്കുന്നത്. അത് പച്ചയും നീലയും കളറായിട്ട്. ഞാൻ ഉടമ്പടിയിലല്ലെങ്കിൽ അത് വേറെ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് ആ ലൈറ്റുകൾ കത്തും. പിന്നെ ഇപ്പോഴും എനിക്ക് പച്ചയും നീലയും ആ കളറ് മാത്രമായിട്ടാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കത്താൻ തുടങ്ങിയത് ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു, നീ ഇവിടെ വരണ്ട, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അയൽവക്കക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സഹകരിച്ച് എനിക്ക് പൊതിച്ചോറ് തന്നു. പൊതിച്ചോറ് ഞാൻ തിരുനടയിൽ, ആ നടയിൽ എൻ്റെ വീടിലെ നടയുടെ താഴെ ഞാൻ പൊതിച്ചോറുകൾ വെച്ച് ഉപ്പിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, മുട്ടുമ്മച്ച് എന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിനകത്ത് തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിന് നിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറ് എണ്ണി നോക്കിയപ്പോൾ 27 എന്നാണ് എനിക്ക് ആ 27 പൊതിച്ചോറ് എനിക്ക് കിട്ടി. ആ 27 എന്ന് പറഞ്ഞാൽ 7 മാതാവിൻ്റെ നമ്പറാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഡേറ്റ് 7-ാം തീയതിയായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ആ പ്രസൻസ് കിട്ടി. ആ പൊതിച്ചോറ് ഞാൻ 2 കിറ്റുകളിലാക്കി. ആ സമയത്തൊക്കെ 4 കളർ കത്തുണ്ടായിരുന്നു, സീരിയൽ സെറ്റിൽ 4 കളറും കത്തുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരത്ത് ഞാൻ ഇത്തിരി ഉഴപ്പി അത് ആ സീരിയൽ സെറ്റിൽ ശരിക്കും അറിയാൻ പറ്റി. എന്ന് വെച്ചാൽ 4 കളറും നന്നായിട്ട് കത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പൊതിച്ചോറ് കൊടുക്കാൻ നേരത്തെ അത് മാറും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പൊതിച്ചോറ് 2 കിറ്റിലാക്കി എൻ്റെ വീടിൻ്റെ കട്ടിളപ്പടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സീരിയൽ സെറ്റിൽ 2 ലൈറ്റും സ്റ്റോപ്പായി, പച്ചയും നീലയും മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു ആ വീഡിയോ. അത് ഇതുവരെ ഞാൻ സാക്ഷ്യത്തിലൊന്നും കേട്ടിട്ടില്ല. സീരിയൽ സെറ്റുകളിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഒന്നും ഉണ്ടായത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്ന, ജോലിക്ക് പോകുമ്പോൾ ഹെഡ്സെറ്റിൽ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി സ്ഥലം വരെ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടെങ്കിൽ, ഒരു ദിവസം സാക്ഷ്യം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതേപോലെ ഒരു ദിവസം എത്രയെണ്ണോ ആണെന്നോ ഞാൻ ഇനി നോക്കിയാറില്ല. അതുപോലെ തന്നെ പത്രങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളും എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പത്രങ്ങളും എത്രയെണ്ണോ ഇതുവരെ എനിക്ക് അറിയില്ല എത്ര പത്രങ്ങളുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഞാൻ എണ്ണി നോക്കിയല്ല, എണ്ണി നോക്കി നമ്മൾ പത്രം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തരുന്ന ആ പത്രങ്ങൾ അത് എത്ര എണ്ണമാണോ, ഞാൻ ഇനി 2 കൂടി ഉള്ളല്ലോ, അന്ന് അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ എനിക്ക് മനസ്സിലാവില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആശുപത്രി രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചോറും പാത്രങ്ങളും കരിപ്പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഈ കൃപാസന പത്രത്തിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഗവൺമെൻറ് ആശുപത്രി പത്രം കൊടുക്കാൻ പോകാറില്ല. അത് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ തുടക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു ചോറും പറ്റി കറിയൊക്കെ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ തുടക്കാൻ ഉപയോഗിക്കുന്നത് ആ പത്രം വെച്ചാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അത് ഞാൻ പറഞ്ഞ്, ചേച്ചി ആ പത്രം. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാനില്ല, ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ പത്രം അവിടെ വെറുതെ അട്ടിയിട്ട് വെച്ച് അങ്ങനെയാണ്. 2018 തുടങ്ങിയുള്ള പത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പത്രം ഞാൻ ആ ചേച്ചി എന്താവശ്യത്തിന് ഒരു മരുന്നിൻ്റെ ട്രേ ആണ്, എന്താവശ്യത്തിന് തുറന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ 2018 തുടങ്ങിയുള്ള പത്രങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ പത്രങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ആ പത്രങ്ങളെടുത്ത് ഞാൻ ഓരോ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് എത്തിച്ചു. അങ്ങനെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ, പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ആരാണെന്നൊന്നും നോക്കുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പണിക്ക് പോകുമ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈനീട്ടുകയാണെങ്കിൽ, ഒരു ലിഫ്റ്റായിട്ടാണെങ്കിലും പോലും ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റി അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിട്ടേ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ പിന്നെ 3 അനാഥാലയങ്ങളുണ്ട്. ഒരു 2 വൃദ്ധമന്ദിരം, ഒരു സുഖമില്ലാത്ത താമസിക്കുന്ന കുറച്ച് ആൺപിള്ളേർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, 10-20 പേര്. അവിടെ ഞാൻ വൈകിട്ട് ചായക്ക് വേണ്ടി അവർക്ക് കൊടുക്കാറുണ്ട്. ഓരോ മാസത്തിൽ 3 സ്ഥലത്തും ഞാൻ ഒരുമിച്ച് ചെയ്യാറുണ്ട്. അവർക്ക് ചായക്കുള്ള ഒരു വക ഞാൻ അവിടെ കൊടുക്കാറുണ്ട്.
അവരായിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട്. അവരെല്ലാവരും ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കും. എന്നെ കണ്ട അപ്പം തന്നെ അവർ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കും. എൻ്റെ വണ്ടി പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഗേറ്റ് തുറന്ന് തരും. എനിക്ക് അത്രയും സ്നേഹത്തോടെ അവരെനിക്ക് ഭയങ്കര സ്നേഹം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നത്, ആഴ്ചയിൽ ഞാൻ 2 ദിവസം ഉപവസിക്കും. അതും ബുധനാഴ്ചയും ശനിയാഴ്ചയും മാതാവിൻ്റെ ദിവസം. അന്നേരത്തെ ഞാൻ 11 മണി തുടങ്ങി 3 മണി വരെ ഉപവാസം ആയിരിക്കുള്ളൂ. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല മാതാവിന് വേണ്ടി. ആ ദിവസം 2 ദിവസം 3 പേർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് അന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ബുധനാഴ്ച, ഇന്ന് ഞാൻ ഉപവാസത്തിലാണ്. എന്ന് വെച്ചാൽ 3 പേർക്ക് രാവിലെ ഭക്ഷണം മേടിച്ച് കൊടുത്ത്, രാവിലത്തെ പ്രഭാത ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ ശനിയാഴ്ചയും അതുപോലെ കാരുണ്യപ്രവർത്തകർ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ എടുത്ത് പറയുന്നതല്ല, ഞാൻ ഇവിടെ കാരുണ്യപ്രവർത്തകർ ചെയ്യുന്നത് പറയണം എന്നുള്ള ആ രീതിയിൽ ചെയ്യാൻ, മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞതല്ല ഞാൻ ഇന്നത് ചെയ്തു, ഒരു ഇടത്തെ കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നതാണ്, ഞാൻ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഉപവസിക്കുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ പോയി വന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാനോ എടുക്കാനോ. എൻ്റെ വീടിൻ്റെ അടുത്ത് 2 രോഗികളുണ്ട്. ഒരു ക്യാൻസർ രോഗിയുണ്ട്, ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട്. അവരെ ചെന്ന് കണ്ട് അവരായിട്ട് സംസാരിച്ച്, ആ കണ്ണിൽ തൈലം വെച്ച് പ്രാർത്ഥിച്ച്, അവരായിട്ട് കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞ്, പിന്നെ ക്യാൻസർ ഒരു അമ്മയുണ്ട്, ആ അമ്മയായിട്ട് സംസാരിച്ച് സുഖമാണ് എന്ന എല്ലാ കാര്യവിശേഷങ്ങളും ചോദിച്ച്, അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറ്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഞാൻ പള്ളിയിൽ പോകാറ്. ആകെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് എൻ്റെ ഇടവകയിൽ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ വർക്ക് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കുർബാന കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിലെങ്കിലും കുർബാന കണ്ടിട്ട് ഞാൻ അന്നത്തെ ദിവസം, എനിക്ക് കുർബാന കൂടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുപോലെ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൂടും, അതിനുള്ളിലെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരിക്കും. 2 ആഴ്ച ആകില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ കുമ്പസാരിച്ചിരിക്കും. എൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും കുമ്പസാരമുണ്ട്. അത് കാരണം എനിക്ക് കുമ്പസാരിക്കാൻ ഒട്ടും മടിയില്ല. കുമ്പസാരിക്കാൻ ആ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ കുമ്പസാരിച്ചിരിക്കും. ഇത്രയും നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയുണ്ട് പറയാൻ. സമയപരിധിയും അതുപോലെ തന്നെ ഓർമ്മയിലും നിൽക്കുന്നില്ല. ഒരുപാടുണ്ട് പറയാൻ. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോയിൽ നിന്ന് നമ്മുടെ മാതാവ് മേടിച്ച് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞോളൂ. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും അത് മുട്ടുമ്പിൽ നിന്ന് ഞാൻ കൂടും. ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കൂടി രാവിലെ 3:50 ഞാൻ എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഡെയിലി ബ്രെഡിനുള്ള സമയമാവും. ആ ഡെയിലി ബ്രെഡ് കൂടി അത് കഴിയുമ്പോഴേക്കും 6 മണിയാവും. ഒരു 5:50 ആവും. 5:50 ആയി കഴിയുമ്പോൾ എനിക്ക് 6 മണിക്ക് അത് കുർബാനയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ 3:50 എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാതാവ്, ആദ്യം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന അലാറം വെച്ച്, അത് കഴിഞ്ഞ് മാതാവ് കുറച്ചും കൂടി സമയം കൂട്ടി തന്നു. നിനക്കൊരു ജപമാല ചെല്ലാൻ ടൈമുണ്ടല്ലോ, അതിനും കൂടി നീ സമയം കണ്ടെത്ത് എന്നും പറഞ്ഞപ്പോഴേക്കും ഞാൻ 3:50 പോയി. ഇപ്പം 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മാതാവിനെ എഴുന്നേൽപ്പിക്കും. ആ ടൈമിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. അങ്ങനെ മാതാവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനി പറയാൻ എന്തൊക്കെ ഉണ്ട് ഞാൻ ഓർക്കണില്ല. എന്നാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന മാതാവിന് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഇതുപോലെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് ഓരോ മക്കളും സാക്ഷ്യപ്പെടുത്തണമെന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.